രാജ്യത്തെ കർഷകരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഇൻഡോ അമേരിക്കൻ സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് ചെറുകിട കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് വൈസി സ്റ്റീഫൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കരാർ കേരളത്തിലെയും രാജ്യത്തെയും ലക്ഷക്കണക്കിന് റബ്ബർ, നാളികേരം, തേയില കർഷകരെ ജീവിതം പ്രതിസന്ധിയിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കൻ വിപണി കെട്ടിക്കിടക്കുന്ന പാൽ ഉൽപ്പന്നങ്ങൾ, കൃത്രിമ റബ്ബർ, സോയാബീൻ, എണ്ണ, കോഴി, താറാവ് തുടങ്ങിയവയുടെ മാംസം എന്നിവ നികുതിയില്ലാതെ ഇന്ത്യൻ വിപണിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കരാർ 24-നാണ് ഒപ്പിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെയും രാജ്യത്തെയും ലക്ഷക്കണക്കിന് റബ്ബർ, നാളികേരം, തേയില കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കും. കരാർ നടപ്പിലാക്കുന്നത് കേരളത്തിലെ 15 ലക്ഷം ക്ഷീര കർഷകരെയും ക്ഷീര വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന 54 ലക്ഷത്തിലേറെ ആളുകളെയും പ്രതികൂലമായി ബാധിക്കും. ഇന്ത്യൻ വിപണി കർഷകർക്ക് അന്യമാകും. വ്യവസ്ഥകൾ വെളിപ്പെടുത്താതെയും പാർലമെന്റ് ചർച്ച ചെയ്യാതെയും തിരക്ക് പിടിച്ച് നടപ്പിലാക്കുന്ന കരാർ ലക്ഷക്കണക്കിന് ആളുകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടും. പാലുൽപ്പന്നങ്ങളും നമ്മുടെ രാജ്യത്തേക്ക് നികുതി രഹിതമായി കയറ്റുമതി. പാലുൽപ്പന്നങ്ങൾ മാത്രമല്ല, കൃത്രിമ റബ്ബർ, നാളികേരത്തിലുള്ള സോയാബീൻ എണ്ണ, കോഴി, താറാവ് തുടങ്ങിയ കാലുകൾ ഇപ്പോൾ തന്നെ വരാൻ തുടങ്ങി. അപ്പം മാംസം, ഇതൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതോടുകൂടി ലക്ഷം കർഷകർ അല്ലെങ്കിൽ ഇതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ ജീവിതം അധോഗതിയിലാവുന്നത് മാത്രമല്ല, കടക്കെണിയിൽപ്പെട്ട് ആത്മഹത്യയിലേക്ക് നീങ്ങുകയും അവർക്ക് വേണ്ടി രാജ്യം പ്രത്യേക ചിതയൊരുക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഈ ഗവൺമെന്റ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കർഷകരുടെയും കർഷക സംഘടനകളുടെയും എതിർപ്പിനെ തുടർന്നാണ് 5 വർഷമായ കരാർ നടപ്പിലാക്കാതിരുന്നത്. 24-നാണ് അമേരിക്കൻ വാണിജ്യതല സംഘം കരാർ ഒപ്പിടാൻ ഇന്ത്യയിലെത്തുന്നത്. രാജ്യത്ത് ഇതുവരെ നടപ്പിലാക്കിയ ആസിയാൻ ഗാട്ട് ഉൾപ്പെടെയുള്ള 172 കരാറുകളുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ചെറുകിട നാമമാത്ര കർഷകരാണ്. സ്വതന്ത്ര കരാറിന്റെ മറവിൽ കെനിയയിൽ നിന്ന് വൻതോതിൽ കേരളത്തിലേക്ക് തേയിലപ്പൊടി ഇറക്കുമതി ചെയ്യുന്നു. സ്വാതന്ത്ര്യ വ്യാപാര കരാറിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും വൈസി സ്റ്റീഫൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.